രാവിലെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിനെത്തിയപ്പോഴും പിണറായി മാധ്യമങ്ങൾക്ക് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് കടക്കുപുറത്ത് എന്നൊക്കെ പറഞ്ഞത് കേട്ടതാണ് കേരളം. അത് കഴിഞ്ഞിട്ടും ആറ്റിറ്റ്യൂഡിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ്. ചോദ്യങ്ങളോട് വീണ്ടും ക്ഷുഭിതനായി പിണറായി വിജയൻ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ വടിയും നീട്ടി നിൽക്കേണ്ടതില്ല എന്നാണ് പിണറായി പറയുന്നത്. നിങ്ങളുണ്ടല്ലോ, ഞാൻ എന്തൊക്കെ പറയാനെന്നൊക്കെ ഞാൻ പറയൂ. നിങ്ങൾ വടി വിട്ട് നിങ്ങൾക്ക് ന്യൂസ് പോകണം വന്നിട്ട് വാതിലടക്കല്ലോ. ജയരാജൻ, അപ്പോൾ യോഗവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലേക്ക് പോകാം. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കാണേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ആറ്റിറ്റ്യൂഡിലൊന്നും, മാധ്യമപ്രവർത്തകരുടെ ആറ്റിറ്റ്യൂഡിലൊന്നും ഇതുവരെയും പിണറായി വിജയന് മാറ്റമൊന്നും വന്നിട്ടില്ല. ഇ.പി. ജയരാജനില്ല. അങ്ങനെയുള്ള യോഗം എന്ന് പറയുമ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തോൽവി, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, നിലവിൽ നടക്കുന്ന ചർച്ചകളൊക്കെ തന്നെയും സംസാരിക്കുന്ന പ്രധാനപ്പെട്ട യോഗവും കൂടിയാണ് ചേരുന്നത്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? പൂജ, ഇന്നും നാളെയുമായാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ വെച്ച് ചേരുന്നത്. CPM-ന്റെ നിർണായക കേന്ദ്ര കമ്മിറ്റി യോഗമായിട്ടും ഇതിൽ ഇ.പി. ജയരാജൻ ഇന്ന് പങ്കെടുക്കുന്നില്ല. ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം പങ്കെടുക്കാൻ കഴിയില്ല എന്ന് കേന്ദ്ര കമ്മിറ്റിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുവരെയുള്ള ചർച്ചകളിൽ കാര്യമായി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് പരാജയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ എന്തായാലും ചർച്ച ചെയ്യുന്നത്. നേരത്തെ PB തയ്യാറാക്കിയ റിപ്പോർട്ട് തെറ്റുതിരുത്തൽ രേഖ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. കാരണം ഇതിൽ ചില നേതാക്കൾക്ക് സ്ഥാനമോഹം വന്നിട്ടുണ്ട് എന്ന വിലയിരുത്തലുകൾ ഉൾപ്പെടെ കഴിഞ്ഞ PB യോഗത്തിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇപ്പോഴെന്തായാലും ഇന്ന് കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ചയ്ക്കെടുക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള നേതാക്കളായിട്ടുള്ള എളമരം കരീം, അതോടൊപ്പം തന്നെ തോമസ് ഐസക് എന്നിവർ ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നും നാളെയുമായി നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ ഡൽഹിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് 3 തവണയാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് പ്രതികരണം തേടാൻ ശ്രമിച്ചത്. വിഴിഞ്ഞത്തെ പാർട്ടിക്കുള്ളിലെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ സംബന്ധിച്ചായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് തേടാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ ആ സമയത്താണ് അദ്ദേഹം ഇത്തരത്തിൽ തനിക്ക് പറയാനുണ്ട് എങ്കിൽ താൻ സംസാരിക്കും, അതിനിങ്ങനെ മൈക്കിനെയാണ് പറയുന്നത്, വടിയുമായി നിൽക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. പൂജ. ശരി, വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.